അപ്പം ഞങ്ങൾ ഇന്ന് മുടി വെട്ടാൻ പോവാ. എന്റെയും ക്യാലിയുടെയും മുടി വെട്ടാൻ പോവാ. എനിക്ക് മുടി വെട്ടാനില്ലാത്തോണ്ട് ഞാൻ മുടി വെട്ടുന്നില്ല. ഗ്യാലി ഇപ്പൊ സ്കൂളിലാണ്. ഞാനും ചേട്ടനും കൂടി പോയിട്ട് ഗ്യാലിനെ പിക്ക് ചെയ്യാൻ പോവാ. പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മുടി വെട്ടാൻ പോകും. അപ്പോൾ അത് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ തൈക്കുടം ബ്രിഡ്ജ് കഴിഞ്ഞ് വൈറ്റില ഫ്ലൈ ഓവറിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗ്യാലിനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ കുക്കുംബയിലേക്ക് പോവാം മുടി വെട്ടാനായിട്ട്. കുക്കുംബ എവിടെയാണ്? കുക്കുംബ പനമ്പള്ളി നഗരം. മനുഷ്യനെ കൊല്ലണ വല്ല സ്ഥലമാണോ? അല്ല. അപ്പോൾ കുക്കുംബയുടെ എക്സാക്ട് ലൊക്കേഷൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞിരുക. നമ്മുടെ സൗത്ത് ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോൾ മനോരമ ജംഗ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ മൈച്ചിയുടെ ഒരു ഷോറൂം കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് മുകളിലാണ് കുക്കുംബ ഹെയർ ആൻഡ് ബ്യൂട്ടി ഫാമിലി ലോഞ്ച് വരുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കേരള ബേസ്ഡ് പോപ്പുലർ സലൂണാണ്. ഇവിടെ പ്രൊഫഷണൽ സ്റ്റൈലിംഗ്, സ്കിൻ കെയർ ആൻഡ് ബ്രൈഡൽ മേക്ക് ഓവേഴ്സ് ആണ്. അതുപോലെ വളരെ റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ആണ് ആൻഡ് പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവർക്കിടെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ അവിടെ ചെല്ലുന്ന ഓരോർക്കും വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രൂമിങ് സർവീസസ് ഫോർ മെൻ, വുമൻ ആൻഡ് ചിൽഡ്രൻ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള ഓരോ സർവീസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. എൻ്റെയും ഗ്യാലിയുടെയും ഹെയർ വാഷ് ചെയ്ത കുട്ടികളൊക്കെ തന്നെയാണെങ്കിലും അവർ വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്ത് തന്നതും അതൊക്കെ കോംബ് ചെയ്ത് തന്നതൊക്കെ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്കിരിക്കാൻ പറ്റും. ഇത് ഞാനൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുടി കട്ട് ചെയ്തത് ആകാശാണ്. ഗ്യാലിയുടേത് ഡെന്നിയാണ് ഹെയർ കട്ട് ചെയ്തത്. എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഹെയർ കട്ട് ചെയ്യണമെന്ന്. കാരണം എൻ്റെ ഒത്തിരി ഹെയർ ഫോള് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കാരണം എൻ്റെ മുടിയൊക്കെ ആകെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആകാശിൻ്റെ അടുത്ത് പറഞ്ഞു, ആകാശ് ഇത് എങ്ങനെയെങ്കിലും എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്തു എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നമുക്കെന്നാൽ ഇത് ലെയർ കട്ട് ചെയ്യാം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയും ഉണ്ടാവും, നല്ല എന്താ പറയുക തിക്നെസ് പോലെയൊക്കെ ഫീൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഹെയറൊക്കെ കട്ട് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ ഇത് എൻ്റെ കുറച്ച് എന്താ പറയുക ഇതിലൊക്കെ പറയുന്ന നല്ല പെട്ടി ഷോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ ഗ്യാലിയുടെ ഹെയർ കട്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ എന്താ പറയുക ഈ അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മൾ പരസ്യമൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണൂലേ, അന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു ഗ്യാലിയുടെ. ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും അവർ. ഇത് ശരിക്കും അവർ കുക്കുംബയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അത് അവർ അവിടെ വന്നിരിക്കുന്നവരുടെ ഹെയർ കട്ട് ചെയ്യുന്നതൊക്കെ അവർ വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെ പേജസിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗ്യാലിയുടെ പേജസിലിടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത വീഡിയോ ആണ്. അത് ഞങ്ങൾ ഇടയ്ക്ക് നിന്ന് ഞങ്ങളും അത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെയും ഗ്യാലിയുടെയും ഹെയറൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളവിടെ നിന്നിറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. അപ്പോൾ വീണ്ടും കാണാം. ബായ്.